ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, മരിയൻ തീർത്ഥാടനത്തിന്റെ 21ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1ാമത്തെ ലേഖനം 16ാമത്തെ അധ്യായം 13ഉം 14ഉം വാക്യങ്ങളാണ്. വചനം ഇപ്രകാരം നമ്മളോട് അരുളി ചെയ്യുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്, നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാനായിട്ട് വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുനിമിഷം ജാഗരൂകതയോട് കൂടെ ആയിരിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. തിരുവചനത്തിന് നോക്കുമ്പോൾ ജാഗരൂകരായിരിക്കുവാൻ പറയുന്നുണ്ട്. വീട്ടുടമസ്ഥൻ വേലക്കാരെ തന്റെ ദൗത്യം ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ അവൻ രാത്രിയുടെ ഏത് മണിക്കൂറിലാണ് വരുന്നത് എന്ന് കരുതിക്കൊണ്ട് അനുനിമിഷം ജാഗരൂകതയോടുകൂടെ ആയിരിക്കാനായിട്ട് വിളക്കിനോടൊപ്പം എണ്ണയെടുക്കുന്ന ജാഗ്രതയെക്കുറിച്ചും വചനം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ ജാഗരൂകരായിരിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. മരിയ തീർത്ഥാടനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ മരിയ ഭക്തിക്ക് എതിരെയൊക്കെ വരുന്ന പല വിധത്തിലുള്ള ആരോപണങ്ങളെയും ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. അവയ്ക്കൊന്നും അടിമപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിട്ട് ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാക്കുക. എന്താണ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്? മാതാപിതാക്കളിലൂടെ, സഭയിലൂടെ, പാരമ്പര്യമായിട്ട്, വിശ്വാസപരമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവിക്കുവാനായിട്ട് സാധ്യമാകണം. എൻ്റെ ആത്മീയ ജീവിതം അത് ബലപ്പെട്ട ഒന്നാകണമെന്ന് വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വചനം പറയുകയാണ്, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ, നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ. സ്നേഹത്തിന് എതിരായുള്ള ഒരു പ്രവൃത്തി അത് നാം ചെയ്യരുത്. കാരണം ദൈവം സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു കൊണ്ട് ഒരു വ്യക്തിക്കും ഇടർച്ച വരുത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ പരിപാലനയുടെ വഴിയിലൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. നിങ്ങളൊക്കെ കുടുംബത്തിൽ മാതാവായിരിക്കാം, പിതാവായിരിക്കാം, മകനായിരിക്കാം, ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ഭവനത്തിന്റെ വിശ്വാസ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റാനായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കണം. ഒരിക്കൽ ഒരമ്മ ഇപ്രകാരം ചോദിക്കുവാനായിട്ട് ഇടയായി, എൻ്റെ മകൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തിയിരിക്കുകയാണ്, എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയൊരു കാര്യം ചെയ്യണം, മകന് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനും അവന് വേണ്ടി ത്യാഗം ചെയ്ത് ജീവിതത്തിൽ ധന്യത നേടാനും പരിശ്രമിക്കുന്നു. അമ്മ എന്നോട് അല്പം കൂടി ആഴപ്പെട്ട് ചോദിച്ചു, എന്താണ് ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപവാസത്തിലൂടെയും പ്രാശ്ചിത്ത പ്രവർത്തികളിലൂടെയും അവന്റെ രക്ഷയെ കൂടി മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുക. പ്രിയമുള്ളവരെ, ഈ അമ്മയോട് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് മോണിക്ക പുണ്യവതിയുടെ ചിത്രവും ജീവചരിത്രവുമാണ്. അഗസ്റ്റിന് വേണ്ടിയിട്ട് ദീർഘവർഷങ്ങള് പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രാശ്ചിത്തത്തിലും ജീവിച്ച മോണിക്ക പുണ്യവതി. പ്രിയമുള്ളവരെ, ഞാൻ ഈ അമ്മയോട് പറഞ്ഞു വെച്ചു, ഇപ്രകാരം ഒന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തിൽ തയ്യാറാകണം. ഒരിക്കലും അവനെ വെറുക്കരുത്. അവനെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവുക.
ദൈവം അവന്റെ ജീവിതത്തിൽ ഇടപെടും. പ്രിയമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അമ്മയും മകനെയും അവരുടെ കുടുംബത്തെയും കണ്ടുമുട്ടാനായിട്ട് ഇടയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ മകൻ പ്രാർത്ഥനയിലേക്കും ദൈവിക കാര്യങ്ങളിലേക്കും സഭാ ജീവിതത്തിലേക്കും വീണ്ടും ചേർക്കപ്പെടുകയും അവന്റെ ഇടവകയിൽ ഒരു മതബോധന അധ്യാപകനായിട്ട് മാറുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ഇതുപോലെ ശക്തമായ വിശ്വാസത്തെ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. പലപ്പോഴും ഇടർച്ചകൾ ജീവിതത്തിൽ കടന്നു വരും. പരിശുദ്ധ അമ്മ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഇന്നേ ദിവസം ഒരു മാതൃകയാകുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ഇടർച്ചകൾ ഉണ്ടായിക്കോട്ടെ, ഏതെല്ലാം രീതിയിലുള്ള തകർച്ചകൾ ഉണ്ടായിക്കോട്ടെ, ഏതെല്ലാം രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, പരിശുദ്ധ അമ്മ ദൈവവചനത്തോടും ദൈവിക വെളിപ്പെടുത്തലോടും നീതി പുലർത്തിക്കൊണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സാധ്യമായി. പ്രിയമുള്ളവരെ, മരിയൻ തീർത്ഥാടനത്തിന്റെ 21ാമത്തെ ദിനത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഈ പ്രകാരം പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. എൻ്റെ വിശ്വാസ ജീവിതം അപരന്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒന്നാക്കി മാറ്റണമേ എന്ന് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്കും പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയോട് ഇന്നേ ദിവസത്തെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. ഈശോനാഥ, അനുനിമിഷം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുവാനും എൻ്റെ വിശ്വാസ ജീവിതം കരുത്തുള്ളതാക്കി മാറ്റിക്കൊണ്ട് അപരന്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.